ജൂൺ 4 മുതൽ തന്നെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്നുള്ള സാധ്യതകൾ സൂചനകളൊക്കെ വളരെ ശക്തമായിരുന്നു. ഇന്നാണ് നരേന്ദ്രമോദി 7:15 സത്യപ്രതിജ്ഞ ചെയ്തത്. ഇന്ന് തന്നെ സുരേഷ് ഗോപിയും സത്യപ്രതിജ്ഞ ചെയ്യും എന്നായിരുന്നു ലഭിച്ചിരുന്ന സൂചനകൾ. പക്ഷേ ഇതുവരെ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ടിട്ടില്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതുവരെ അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്നത് മനസ്സിലാകുന്ന കാര്യം. സുരേഷ് ഗോപി തിരുവനന്തപുരത്തെ വീട്ടിൽ തന്നെയാണുള്ളത്. അവിടെ നിന്ന് ഗോകുൽ നാഥ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, അവിടെ ആരോടെങ്കിലും സംസാരിക്കാൻ കഴിഞ്ഞോ? ഇപ്പോൾ 12:30 ഒരു ഫ്ലൈറ്റ് ഉണ്ട്, അതിൽ പുറപ്പെടുമോ സുരേഷ് ഗോപി? ഞാനിപ്പോൾ നിൽക്കുന്നത് സുരേഷ് ഗോപിയുടെ വീടിന്റെ മുൻപിലാണ്. ഇവിടെ വലിയ രീതിയിൽ ദേശീയ മാധ്യമങ്ങളടക്കം വലിയ തിരക്കാണ്. അപ്പം രാവിലെ 8:50 ഫ്ലൈറ്റിന് അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുമെന്നായിരുന്നു ആദ്യം വാർത്തകൾ ഉണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെ ദേശീയ മാധ്യമങ്ങളടക്കം എയർപോർട്ട് പരിസരത്തുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ തന്നെ സുരേഷ് ഗോപി എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് മാധ്യമങ്ങളൊക്കെ തന്നെ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 12:30 സമയത്തോടുകൂടി അദ്ദേഹം ഇവിടെ നിന്ന് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇപ്പം നമ്മളീ കാണുന്നത് പോലെ തന്നെ വീടിന്റെ മുൻപിലായിട്ട് വാഹനമൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ പതിറ്റാണ്ടുകളായി BJPയുടെ ഒരു സ്വപ്നമായിരുന്നു കേരളത്തിലൊരു സീറ്റ് നേടുക എന്നുള്ളത്. അതും മിന്നുന്ന വിജയത്തോടു കൂടിയാണ് സുരേഷ് ഗോപി നേടിയിട്ടുള്ളത്. ഒപ്പം മോദിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവ് എന്നുള്ള രീതിയിൽ തന്നെ സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം, ക്യാബിനറ്റ് റാങ്ക് അടക്കമുള്ള മന്ത്രിസ്ഥാനം ലഭിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ചർച്ചയിൽ കേട്ടതാണ്. പക്ഷേ ഇപ്പോൾ സുരേഷ് ഗോപി പോകാതെ ഇരിക്കുന്നത് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴി വെച്ചിട്ടുണ്ടായിരിക്കാം. എന്തായാലും പോകുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. 12:30 അടുപ്പിച്ച് തന്നെ നിലവിൽ പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. എന്തായാലും അതേപ്പറ്റി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ വരുന്നതേ ഉള്ളായിരിക്കും. നമുക്ക് സുരേഷ് ഗോപിയുടെ ഒരു സ്വഭാവം അറിയാം. ഇന്നിപ്പം ഒരു കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന സുരേഷ് ഗോപി ആണെങ്കിൽ രാവിലെ അമ്പലത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകേണ്ടതാണ്. പോയിരുന്നോ ഗൂഗിൾ? ആര്യ, ഇന്നലെ പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയാണ് തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ളത് എന്ന് സുരേഷ് ഗോപി മാധ്യമങ്ങളായിട്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ദർശനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ഇന്ന് 8:30 തിരിച്ച് പോകും തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ആദ്യം പ്രതികരിച്ചത്. കുടുംബസമേതമാണ് 8:50 ഫ്ലൈറ്റിന് പോകുന്നതെന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം ആദ്യം പ്രതികരിച്ചിരുന്നു. പക്ഷേ എന്നിരുന്നാൽ ഇന്ന് രാവിലെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകർ വീട്ടിലേക്ക് എത്തിയത്. ദേശീയ മാധ്യമങ്ങളടക്കം നിലവിലുണ്ട്. എന്തായാലും പാർട്ടി പ്രവർത്തകരാരും തന്നെ ഇല്ല. വളരെ കോൺഫിഡൻഷ്യലായി തന്നെയാണ്. മാധ്യമങ്ങളൊന്നും ശ്രദ്ധയില്ലാതെ തന്നെ മാറാനുള്ള ഒരു ശ്രമമായിരിക്കാം ഒരുപക്ഷെ സുരേഷ് ഗോപി നടത്തുന്നതെന്ന് തോന്നുന്നു. എന്തായാലും 12:30 ഇവിടെ നിന്ന് പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അത് തന്നെയാണ് ഇവിടെ ആളുകളൊക്കെ തന്നെ പറയുന്നത്. ശരി, എന്തായാലും നമ്മളിപ്പോൾ സുരേഷ് ഗോപിയുടെ വീടിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് ഇന്നലെയാണ് അദ്ദേഹം എത്തിയത്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഇനി എപ്പോൾ ഡൽഹിയിലേക്ക് പുറപ്പെടും എന്നുള്ള കാര്യത്തിലാണ് ഒരു സസ്പെൻസ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇനിയുള്ള അടുത്ത ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 12:30 12:30 ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണ് ഡൽഹിയിലേക്ക്. അതിൽ സുരേഷ് ഗോപി പോകുമോ എന്നുള്ളതാണ്. നേരത്തെ 6:10 ഫ്ലൈറ്റിൽ പോകുമെന്നായിരുന്നു നമ്മൾ കേട്ടിരുന്ന കാര്യങ്ങൾ. പക്ഷേ അതുണ്ടായില്ല. കുടുംബസമേതം എപ്പോൾ പോകും, അത് ചില സംശയങ്ങൾ ഇപ്പോഴും ഉണ്ട്. കാരണം സുരേഷ് ഗോപി ഏകദേശം ആദ്യം കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് കൺഫേം ചെയ്ത പേരുകളിൽ ഒന്നായിരുന്നു. കാരണം BJPയെ സംബന്ധിച്ച് കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക അത് അവരുടെ ഒരു അഭിമാന പ്രശ്നമായിരുന്നു. അതാണ് സുരേഷ് ഗോപിയുടെ അവർ നേടിയെടുത്തത്. തമിഴ്നാട്ടിൽ ഇത്രയധികം സംഭവബഹുലമായ പ്രചാരണമൊക്കെ നടത്തിയിട്ടും പലതവണ നരേന്ദ്രമോദി വന്നിട്ടും അണ്ണാമലയ്ക്ക് പോലും ജയിച്ചു കയറാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇവിടെ കേരളത്തിൽ സുരേഷ് ഗോപി വലിയൊരു മാർജിനിൽ ജയിച്ചു കയറുകയാണ്. ആദ്യമായി BJP ഒറ്റയ്ക്ക് അക്കൗണ്ട് തുറക്കുകയാണ്. അപ്പോൾ എന്തായാലും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ ഉറപ്പിച്ചതാണ്. പിന്നെ ഈ ഒരു ലാസ്റ്റ് മൊമെന്റിൽ എന്തുകൊണ്ട് ഈ ഒരു സസ്പെൻസ് അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. ഒരു പക്ഷേ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാതെ ആദ്യഘട്ടത്തിൽ കേന്ദ്രമന്ത്രിസഭയിലെ അംഗമാകാതെ പിന്നീട് ഇത് കേന്ദ്രമന്ത്രിസഭയിലെ അംഗമാകുമോ എന്നൊരു സംശയം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമാണ്. ഇതുവരെ കൺഫേംഡ് ലിസ്റ്റ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ മോദി തന്നെ പറഞ്ഞതാണ്, പലതരത്തിലുള്ള ബ്രേക്കിംഗ് ന്യൂസുകളും മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. പക്ഷെ അതിലൊന്നും വിശ്വസിക്കരുത്. ഞങ്ങളുടെ പ്രവർത്തന രീതി നിങ്ങൾക്കറിയാം. ആ ലിസ്റ്റ് ആകുമ്പോൾ, പേരുകളാകുമ്പോൾ ഞങ്ങൾ നൽകുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. പക്ഷെ ആദ്യഘട്ടം മുതൽ കൺഫേം ആയി കേട്ടൊരു പേരായിരുന്നു സുരേഷ് ഗോപിയുടേത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ട്വിസ്റ്റ്, ഈ ഒരു
ഒരു സസ്പെൻസ് എന്നാണ് അറിയേണ്ടത്. എന്തായാലും സുരേഷ് ഗോപിയുടെ വസതിക്ക് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇനി 12:30 ഫ്ലൈറ്റിൽ സുരേഷ് ഗോപി പോകുമോ അതല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. നമുക്ക് ഇപ്പോഴും സുരേഷ് ഗോപി എപ്പോൾ ഡൽഹിയിലേക്ക് പോകുമോ ഇല്ലയോ ആ കാര്യത്തിലൊരു കൺഫ്യൂഷനായി നിൽക്കുകയാണ്. ആദ്യഘട്ടം മുതൽ കേന്ദ്രമന്ത്രിസഭയിൽ മോദി 3.0 എന്തായാലും നരേന്ദ്രമോദി ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചതായിരുന്നു. പിന്നെ ഇപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ ഈ മാറി പറഞ്ഞതെന്നാണ് നമുക്ക് അറിയാൻ കഴിയാത്തത്. എന്തായാലും ഇനിയും സമയമുണ്ട്. 7:15 സത്യപ്രതിജ്ഞ. 12:30 ഫ്ലൈറ്റിന് പോയാൽ വളരെ കംഫർട്ടബിളി അവിടേക്ക് ഡൽഹിയിലേക്ക് എത്താൻ കഴിയും. സത്യപ്രതിജ്ഞയ്ക്ക് പങ്കെടുക്കാൻ കഴിയും സുരേഷ് ഗോപിക്ക്. സ്റ്റെഫിൻ കൂടി തിരുവനന്തപുരത്തെ സുരേഷ് ഗോപിയുടെ വീടിന് മുന്നിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, എന്തെങ്കിലും സൂചനകൾ ഇന്നത്തെ ഫ്ലൈറ്റിൽ പോകും, എപ്പോൾ പോകും, അതുമായി ബന്ധപ്പെട്ട് കിട്ടുന്നുണ്ടോ അവിടെ നിന്ന്? ഏതായാലും സിനിമാ കഥ പോലെ തന്നെ ഒരു സസ്പെൻസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സുരേഷ് ഗോപി പോകുമോ ഇല്ലയോ എന്നൊന്നും തന്നെ പറയാൻ കഴിയാത്തൊരു സ്ഥിതിയാണുള്ളത്. യഥാർത്ഥത്തിൽ ഡൽഹിയിലേക്ക് പോകുകയായിരുന്നുവെങ്കിൽ അദ്ദേഹം ആദ്യം പോകേണ്ടിയിരുന്നത് 6:10 ഫ്ലൈറ്റിലായിരുന്നു. ഏതായാലും അതിൽ പോയിട്ടില്ല. രണ്ടാമതൊരു കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് മുംബൈയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് മുംബൈ വഴി ഡൽഹിയിലേക്കാണ്. അത് 8:30 അതിലും അദ്ദേഹം പോയിട്ടില്ല. ഇനി ആകെയുള്ളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പക്ഷേ 12:30 ഫ്ലൈറ്റിന് ഡൽഹിയിലേക്ക് പോകുമെന്നുള്ളതാണ്. പക്ഷേ അക്കാര്യത്തിലും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഏതായാലും ഇന്ന് പോകാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് സംശയിക്കുന്നത്. കാരണം സാധാരണഗതിയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സത്യപ്രതിജ്ഞയ്ക്ക് അദ്ദേഹം തയ്യാറായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അറിയിപ്പ് അദ്ദേഹത്തിന് അവിടെ നിന്ന് ലഭിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ അദ്ദേഹത്തിന്റെ ഒരു ചടങ്ങുകൾ ഒരു പക്ഷേ ഈ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചു അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ ആയിരുന്നേനെ. ഏതായാലും ആ തരത്തിലേക്കൊന്നും തന്നെ സുരേഷ് ഗോപി നീങ്ങിയിട്ടില്ല. ഇപ്പോഴും വീട്ടിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ശാസ്ത്രമംഗലത്തെ വീട്ടിന് മുൻപിലാണ് നമ്മളുള്ളത്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അദ്ദേഹവും ഒക്കെ തന്നെ ഈ വീട്ടിനകത്ത് തന്നെ ഉണ്ട്. ഏതായാലും ഔദ്യോഗികമായ ഒരു അറിയിപ്പ് അദ്ദേഹത്തിനും ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം സിനിമാ തിരക്കുകളൊക്കെ നമുക്ക് ഡൽഹിയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് സുരേഷ് ഗോപി 12:30 ഫ്ലൈറ്റിൽ ഡൽഹിയിലേക്ക് പോകുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഇറങ്ങാനുള്ള സാധ്യത കൂടി ഉണ്ട്. കാരണം ഇപ്പോൾ ഏതായാലും 10:30 ഇവിടെ ഏതായാലും അതിനുള്ള ഒരുക്കങ്ങൾ ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. 12:30 ഫ്ലൈറ്റിനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു 3/4 മണിക്കൂറിന്റെ യാത്ര മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ ഒരു 11:30 കൂടിയൊക്കെ അദ്ദേഹം ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും വീട്ടിൽ അദ്ദേഹം ഉണ്ട്, അദ്ദേഹത്തിന്റെ ബന്ധുക്കളുണ്ട്, മക്കൾ അതൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഇപ്പോഴും അവിടെ വീട്ടിൽ തന്നെ തുടരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. 12 മണിക്ക് ഏതായാലും അദ്ദേഹം തിരിക്കും. 12:00 കൂടിയാണ് ഫ്ലൈറ്റ് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുക. അത് ഡയറക്റ്റ് ഫ്ലൈറ്റാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്കാണ്. ഏതാണ്ട് 3/4 മണിക്കൂറിന്റെ ഒരു യാത്ര മാത്രമേ ഈ വീട്ടിൽ നിന്നും എയർപോർട്ടിലേക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു 1/2 മണിക്കൂറിനകം പുറപ്പെടും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഏതായാലും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളൊക്കെ ഈ വീട്ടിന് സമീപത്ത് ഒക്കെ തന്നെയായിട്ട് ഉണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത ഏതായാലും ഒഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു പക്ഷേ അദ്ദേഹം പോവുകയാണെങ്കിൽ ഏതാണ്ട് 1/2 മണിക്കൂറിനകം തന്നെ ഡൽഹിയിൽ നിന്നുള്ള ക്ഷണം വന്നു, അദ്ദേഹം പുറപ്പെടും അല്പസമയത്തിനുള്ളിൽ. ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ 12:30 ഫ്ലൈറ്റിൽ തന്നെ അദ്ദേഹം പോകും, വളരെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യും. അങ്ങനെ വേണ്ടി അനുമാനിക്കാൻ സ്റ്റെഫിൻ? അതെ, തീർച്ചയായിട്ടും 12 മണിയോടുകൂടി അദ്ദേഹം ഒരു പക്ഷേ 11:45 കൂടി അദ്ദേഹം ഈ വീട്ടിൽ നിന്ന് പോകാനുള്ള സാധ്യതയാണ് നമുക്ക് ഉള്ളത്. ഏതായാലും 12:00 കൂടിയാണ് ഫ്ലൈറ്റ് ഉള്ളത്. അല്പം മുമ്പ് തന്നെ അവിടെ എയർപോർട്ടിൽ എത്തേണ്ടതുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിന് മുൻപില്ല, ആരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വീട്ടിന് മുൻപിൽ മറ്റാരും തന്നെ എത്തിയിട്ടില്ല. ഏതായാലും ഈ വീട്ടിൽ നിന്ന് അത്തരത്തിലുള്ളൊരു അറിയിപ്പൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. എങ്കിലും അദ്ദേഹം പോകാൻ ഉള്ള സാധ്യതയുണ്ട്. കാരണം 7:15 സത്യപ്രതിജ്ഞ നടക്കുക. അതുകൊണ്ട് തന്നെ ഉച്ചയോടുകൂടി പോയാലും മതിയാകും. അങ്ങനെ പോവുകയാണെങ്കിൽ ഏതാണ്ട് 1/2 മണിക്കൂറിനകം തന്നെ ഇവിടെ നിന്ന് യാത്ര തിരിക്കും. അദ്ദേഹത്തിന്റെ വാഹനമൊക്കെ തന്നെ ഈ വീട്ടിന് മുൻപിൽ തന്നെ ഉണ്ട്. ഏതായാലും വലിയൊരു അവ്യക്തത നിലനിന്നിരുന്നു. സുരേഷ് ഗോപി ഇപ്പോൾ വരാം. പ്രശാന്ത് കൃഷ്ണൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചെയ്തിട്ടുണ്ട്. പ്രശാന്ത്, BJP നേതൃത്വത്തിൽ നിന്ന്, കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ക്ഷണം ലഭിച്ചോ ഇല്ലയോ? അതിലായിരുന്നു ഒരു സസ്പെൻസ് ഉള്ളത്. ആ ക്ഷണം ലഭിച്ചു കഴിഞ്ഞു അല്ലെ സുരേഷ് ഗോപിക്ക്?
തീർച്ചയായും സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെട്ടിട്ടില്ലേ എന്നൊരു ആശങ്ക രാവിലെ മുതലുണ്ട്. കാരണം അദ്ദേഹം പുലർച്ചെ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് തിരിക്കും എന്നതായിരുന്നു അറിഞ്ഞത്. 6:30 ഫ്ലൈറ്റിൽ പോകുമെന്ന് പറഞ്ഞു. പിന്നെ 8:30 ഫ്ലൈറ്റിലായിരിക്കും ഡൽഹിക്ക് പോകുമെന്ന് അറിഞ്ഞത്. പക്ഷേ ഇപ്പോൾ അതോടെ പിന്നെ ആശങ്കയായി. കാരണം സുരേഷ് ഗോപിക്ക് ഇത്തവണ ഈ ആദ്യ ക്യാബിനറ്റിൽ ഇടം ഉണ്ടാകില്ല എന്ന ഒരു വാർത്ത വ്യാപകമായി തന്നെ പരന്നിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് അടുത്ത കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് സുരേഷ് ഗോപി അടുത്ത 20 മിനിറ്റിനകം തിരുവനന്തപുരത്തെ ശാസ്ത്രമംഗലത്തെ വീട്ടിൽ നിന്ന് പുറപ്പെടുകയും 12 മണിയുടെ ഫ്ലൈറ്റിൽ ഡൽഹിക്ക് പോവുകയും ചെയ്യുമെന്നതാണ്. സുരേഷ് ഗോപിക്ക് അതുകൊണ്ട് തന്നെ ക്യാബിനറ്റിൽ ഇടമുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് അല്പസമയത്തിനകം തന്നെ സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് യാത്ര തിരിക്കും. ഇനി സസ്പെൻസും ഇനി ട്വിസ്റ്റും ഒന്നുമില്ല. സുരേഷ് ഗോപിക്ക് ക്ഷണം ലഭിച്ചു കഴിഞ്ഞു. സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പോവുകയാണ്. ക്ഷണം ലഭിച്ച മറ്റ് പ്രധാനപ്പെട്ടവർ അമിത്ഷായും രാജ്നാഥ് സിംഗും അടക്കമുള്ള ആളുകളാണ്. HD കുമാരസ്വാമിയുണ്ട്. അപ്പോൾ അതിൽ സുരേഷ് ഗോപിയുടെ പേര് കൂടി ഉണ്ട് എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ കഴിയുന്നുണ്ട്. ഈ ഘട്ടത്തിൽ നമുക്ക്